സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ തൊട്ടടുത്ത ചാപ്റ്ററിൽ 24-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ജ്ഞാനം നിന്റെ ഉള്ളിലേക്ക് നിറഞ്ഞാൽ നിനക്കൊരു ഭാവി ഉണ്ടാവും. എന്നാൽ അങ്ങനെ ആയാൽ നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. സോ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാകാനും നമുക്ക് പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാനും, ഇപ്പോൾ ഒന്ന് തളർന്നു പോയാലും ഇച്ചിരി ഒന്ന് താണു പോയാലും ഡൗൺ ആയി പോയാലും ഒന്നുകൂടെ ഒന്ന് കുതിച്ച് എഴുന്നേക്കാനും ചാടി ഇരുന്നേറ്റ് പിന്നെ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാനും പ്രതീക്ഷയോടെ ശിരസൊന്ന് ഉയർത്തി പിടിക്കാനും നമുക്ക് വേണ്ട വലിയൊരു കാര്യം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം നിറയണം. ജ്ഞാനം നിറയുന്നതിനെ കുറിച്ച് വചനം തന്നെ പറഞ്ഞു തരികയാണ്. ഈ വചനം വായിക്കുക, ജ്ഞാനം നിറയുക. ജ്ഞാനം നിറഞ്ഞാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാവും, നല്ല തീരുമാനം എടുക്കാൻ പറ്റും, കർത്താവിന്റെ സ്വരം കേൾക്കാൻ പറ്റും. ആരൊക്കെ എന്നൊക്കെ ഡിസ്റ്റർബ് ചെയ്താലും നീ എവിടെ എത്തുകയാണെന്ന് പറഞ്ഞാലും നിനക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. മുമ്പിൽ നിൽക്കുന്ന കർത്താവ്, ആ കർത്താവ് എനിക്ക് നല്ലത് ഒരുക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. വചനം വായിച്ച് വചനത്തിന്റെ ശക്തി സ്വീകരിച്ച് ധൈര്യമായിട്ട് മുമ്പോട്ട് പോക്കും. പ്രാർത്ഥിക്കുക, കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച ഒരാൾ പോലും നിരാശപ്പെട്ടിട്ടില്ല. കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ആൻഡ് ഹീസ് പ്രിപ്പയറിംഗ് ദ ബെസ്റ്റ് ഫോർ യു. ഇച്ചിരി ഡിലേ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ കുറച്ചുകൂടെ നല്ലത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ പ്ലാനുകൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ബിലീവ് ഹി ഹാസ് എ ബെറ്റർ പ്ലാൻ. ഈശോയ്ക്ക് കുറച്ചുകൂടെ നല്ലൊരു പദ്ധതിയുണ്ട്.